മാർച്ച് 26 കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ലൈഫിൽ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ദിവസം ഉണ്ടോ ഈ ഒരു ദിവസം. അച്ഛൻ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് 10 വർഷമാവണം കേട്ടോ. ഏപ്രിൽ 12 കേട്ടോ ശരിക്കും ഡേറ്റ് വരുന്നത്. പക്ഷെ നമ്മൾ നാളെ വെച്ചാണ് നോക്കുന്നത്. അപ്പോൾ ചടങ്ങും കാര്യങ്ങളും നാളിലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഞാനും അമ്മയും കൂടി ചേച്ചിയും ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞു ചേച്ചി വീട്ടിലായിരുന്നു എന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ആലുവയിൽ പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെറിയ ചടങ്ങായിട്ട് വീട്ടുകാരെയൊക്കെ വിളിച്ച് നടത്താമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പക്ഷെ എപ്പോഴും പറഞ്ഞത് അത് വേണ്ട, എനിക്ക് നല്ലത് ആളില്ലാത്ത ഇങ്ങനെ അനാഥാലയം അതേപോലെ സ്ഥലത്ത് കൊണ്ടുപോയി ഫുഡ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് രണ്ടാനായിട്ട് പറ്റില്ല. ഇനി അടുത്ത കൊല്ലം ദൈവം സഹായിച്ചാൽ നമുക്ക് അതേപോലെ തന്നെ നടത്തണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒരു 7 മണിക്കായിരുന്നു അമ്മ പറഞ്ഞെങ്കിലും നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോൾ കുറച്ചും കൂടി വൈകിയായിരുന്നു. കാരണം കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞായിരുന്നു കറണ്ട് ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് നമ്മൾ എണീറ്റ്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഓട്ടോക്ക് പോയിട്ട് എടപ്പള്ളിയിൽ നിന്ന് മെട്രോ കയറി ആലുവ എത്തി. ആലുവയിൽ നിന്ന് പിന്നെ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ആലുവ ക്ഷേത്രത്തിലെത്തിയത്. അവിടെ ചെന്ന് നേരെ ശാന്തി പറഞ്ഞു അവിടെ തന്നെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വരുമെന്ന്. അങ്ങനെ നമ്മൾ കയ്യും കാലും കഴുകി ചേച്ചീനെ അധികം അങ്ങോട്ട് ഇറക്കിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് എല്ലാ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ പുഴയിൽ ഒഴുക്കിയതിന് ശേഷം ആണ് നമുക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും അവിടെ എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ നടത്തണമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. അപ്പോൾ കുറച്ച് നേരം നമ്മൾ അവിടെ പുറത്ത് നിൽക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് അപ്പം തന്നെ പുറത്തിറങ്ങി. പിന്നെ നമ്മൾ തന്നെ പിന്നെ മെട്രോ കയറി നമ്മൾ എടപ്പള്ളിയിൽ ഇറങ്ങിയത്. അവിടെ നിന്ന് അംബിസ്വാമിയുടെ ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് മസാല ദോശയും അതേപോലെ നെയ് റോസ്റ്റുമാണ് കഴിച്ചത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ വീട്ടിലേട്ടാണ് പോയത് കേട്ടോ. ഉച്ചയ്ക്കും നമുക്കും ജോലിക്കാണ്. ഞാനിന്ന് ലീവായിരുന്നു കേട്ടോ എടുത്തേച്ചത്. പിന്നെ എനിക്ക് അന്ന് തന്നെയായിരുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുന്നത്. അതെന്തോ എനിക്ക് ഭയങ്കര അനുഗ്രഹമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. കാര്യം അച്ഛൻ്റെ ആ ഒരു ബ്ലെസ്സിങ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. കാരണം അന്ന് തന്നെ എനിക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കൈ കിട്ടി. അത് നല്ലൊരു സന്തോഷം എന്ന് വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മതേ വീട്ടിൽ വന്ന് കുക്കിങ്ങിലായിരുന്നു. അമ്മ ഉച്ചക്കായിരുന്നു കേട്ടോ ജോലിക്ക് കയറിയത്. അമ്മ വന്ന പാടി കുക്കിങ്ങിലായിരുന്നു. മീൻ വറുത്തത്, അതേപോലെ ബീഫ് കറി, ചിക്കൻ ഫ്രൈ ചെയ്തത്, അച്ചിങ്ങ, പിന്നെ മീൻ കറി, പപ്പടം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അച്ഛന് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 ദിവസമായിട്ട് 2 കാക്ക എപ്പോഴും ഉണ്ടാവും കേട്ടോ നമ്മുടെ വീടിനോട്. പക്ഷേ ഇത് കഴിഞ്ഞ പിന്നെ ആ കാക്കരെയും കാണാനില്ല. ഞാനപ്പോൾ കൊണ്ടുപോയി വീട് വെച്ച് വീടിൻ്റെ മേളിലാണ് വീട് വെച്ചത്. അപ്പോഴേക്കും ഒരു കാക്ക വന്ന് അതെടുത്ത് കഴിക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അപ്പോൾ തന്നെ നമുക്കുള്ള ഫുഡും കഴിച്ചു. കാരണം നമുക്ക് പോകണമല്ലോ. അപ്പോൾ തന്നെ ചേട്ടനും വന്നാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചേട്ടനും എടുത്ത് കൊടുത്താൽ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ. അടുത്ത വീഡിയോ കാണാം. ചേട്ടാ.